ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ട്യൂട്ടോറിയൽ കഴിഞ്ഞ വീഡിയോയുടെ കണ്ടിന്യൂഷൻ ആണ്. സോ നമുക്ക് പാർട്ട് 2 തുടങ്ങാം. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ് വരുന്നത് 1 2 3 4 5 6 7 8 1 2 3 4. നോക്കാം, ലെഗ് മൂവ് നോക്കിക്കോ. ഫസ്റ്റ് നമ്മുടെ റൈറ്റ് ലെഗ് ആണ് പൊക്കുന്നത്. നോക്കാം, 1 2 3, then 4 5 6 7 8 1 2 3 4. കൈയുടെ മൂവ്മെന്റ്, കൈ ഇങ്ങനെ പിടിച്ച് ഏത് ലെഗാണോ പൊക്കുന്നത് ആ സൈഡിലേക്ക് കൈ കൊണ്ടുപോകണം. ഓക്കെ, ഒരുമിച്ച് നോക്കാം. 1 2 3 4 5 6 7 8 1 2 3 4. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പിൽ കൈ ഇങ്ങനെ ജസ്റ്റ് ഫ്രണ്ടിലേക്ക് കൊണ്ടുവരും, റൈറ്റ് ലെഗും ഫ്രണ്ടിലേക്ക് കൊണ്ടുവരും. then ഒന്ന് ജസ്റ്റ് ഷേക്ക് ചെയ്യും. ഓക്കെ, 1 2 3 4. ഓക്കെ, 1 2 3 4. നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ കൈ സൈഡിൽ നിന്ന് നേരെ ഫ്രണ്ടിലേക്ക് ഒരു ഹാഫ് സർക്കിൾ വെച്ച് കൊണ്ടുവരാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടുന്ന് നേരെ ലെഫ്റ്റ് സൈഡിലേക്ക് തിരിഞ്ഞു വരണം. നോക്കാം, 1 2 3 4. അതായത് നമ്മൾ ഇവിടെ നേരെ തിരിഞ്ഞ് ലെഫ്റ്റ് സൈഡിലേക്ക് വന്നു. 1 2 3 4, then 5 6 7 8. നമ്മുടെ റൈറ്റിലേക്കാണ് ഫ്രണ്ടിലേക്ക് എടുത്തേക്കണത്. ഇത് സെയിം സ്റ്റെപ്പ് തന്നെ. ഓക്കെ, നോക്കാം. 1 2 3 4 5 6 7 8. നെക്സ്റ്റ് സ്റ്റെപ്പ് വരുന്നത് നമ്മൾ സൈഡിൽ നിന്ന് കൈ നേരെ ഫ്രണ്ടിലേക്ക് വന്ന് ഹാഫ് സർക്കിൾ ചെയ്തെടുക്കുക. ദെൻ കൈമ 2 അടി. ഓക്കെ, അപ്പം തന്നെ നമ്മൾ ഈ സൈഡിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് തിരിഞ്ഞു വരണം. നോക്കാം, 1 2 3 4. നെക്സ്റ്റ് സ്റ്റെപ്പ് വരുമ്പോൾ റൈറ്റ് ലെഗ് ഫ്രണ്ടിലേക്ക് തെച്ച് സെയിം സ്റ്റെപ്പ് തന്നെ. 5 6 7 8. നെക്സ്റ്റ് സ്റ്റെപ്പ് വരുന്നത് നമ്മൾ ഓൾറെഡി ഇവിടെ തിരിഞ്ഞിക്കാണ്. ഇവിടെ നിന്ന് കൈ റൈറ്റ് സൈഡിലേക്ക് എടുക്കുക. ലെഗ് മൂവ്മെന്റ് എടുക്കുക. 1 2 3 4. ഓക്കെ, കൈ ഇവിടെ നേരെ റൈറ്റ് സൈഡിലേക്ക് എടുത്തു. റൈറ്റ് ഹാൻഡ് ബാക്കിലും ലെഫ്റ്റ് ഹാൻഡ് മേലെയും. ദെൻ 5 6 7 8. നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ നേരെ ഹാഫ് ഇരിക്കുക. ദെൻ ഷോൾഡർ ഉണ്ട്. 1 2 3 4. ഓക്കെ, ദെൻ ജസ്റ്റ് ഫ്രണ്ടിലേക്ക് ഷോൾഡർ എടുക്കുക. ഓക്കെ, എന്നിട്ട് വീണ്ടും ഇരിക്കുക. എന്നിട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് സ്റ്റെപ്പ് കാണിച്ച് തിരിയുക. നോക്കാം, 3 2 1 ഗോ. 1 2 3 4 5 6 7 8 1 2 3 4 5 6 7 8. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് സ്റ്റെപ്പിൽ കൈ ഇങ്ങനെ പിടിക്കുക. ദെൻ 1 2 3 4. ലെഗ് മൂവ്മെന്റ് നോക്കുക. 1 2 3 4. കൈ കൂടെ വരുമ്പോൾ കൈ ജസ്റ്റ് ഒരു സർക്കിൾ പോലെ എടുക്കണം. 1 2 3 4. ദെൻ സർക്കിൾ ചെയ്യുക, കാൽപൊക്ക അടിക്കുക. ഇപ്പറയും സർക്കിൾ ചെയ്യുക, കാൽപൊക്ക അടിക്കുക. നോക്കാം, 3 2 1 ഗോ. 1 2 3 4 5 6 7 8 1 2 3 4 5 6 7 8. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് കിടക്കാം. നെക്സ്റ്റ് സ്റ്റെപ്പിൽ 1 2 3 4 5 6 7 8 1 2 3 4 5 6 7 8. തിരിയുക, കൈ റൈറ്റ് ഹാൻഡ് നമ്മൾ പാൻസ് പിടിക്കുക, കാല് പൊക്ക, ബാക്കിലേക്ക് തിരിയുക. ക്ലിയർ അല്ലേ? ഒന്നത് കാണിക്കാം. 3 2 1 ഗോ. 1 2 3 4 5 6 7 8 1 2 3 4 5 6 7 8. ലെഗ് മൂവ്മെന്റ് പിടിയിട്ടുണ്ടാവും. നോക്കാം, 1 2 3 4. ഓക്കെ, ദെൻ കാല് കിടത്തിച്ചു. 5 6 7 8. ദെൻ വീണ്ടും 1 2 3 4 5 6 7 8. ഇത് കറങ്ങാം. അതിനോട് പിടിയ, കാല് പൊക്ക, തിരിയ. ഇനി വരുന്ന സ്റ്റെപ്പുകൾ കുറച്ചും കൂടെ ഫാസ്റ്റ് ആയിരിക്കും.
അപ്പോൾ അതിന് വേണ്ടി നല്ലോണം പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, നോക്കാം. 1 2 3 4 5 6 7 8. ഫസ്റ്റ് നമ്മൾ കൈ എടുക്കുക, ബാക്കിലേക്ക് വലിക്കുക 2 പ്രാവശ്യം. ഓക്കെ, റൈറ്റ് സൈഡിലൊന്ന്, ലെഫ്റ്റ് സൈഡിലൊന്ന്. കാൽ മൂവ്മെൻ്റ് എടുക്കുക. 1 2. ഓക്കെ, 1 2. ദെൻ റൈറ്റിലേക്ക് പൊക്കുക, അടിക്കുക 3 4. ദെൻ 5 6. നമ്മൾ റൈറ്റിലേക്കാണ് പൊക്കണേ. 5 6. കൈ ഇത് കണ്ട, കൈഡ് മൂവ്മെൻറ്റ് ഇങ്ങനെ, കാൽ മൂവ്മെൻറ്റ് ഒന്ന് ഷേക്ക് ചെയ്യാം. ദെൻ 7 8 ചാടണം. ഓക്കെ, ഒപ്പം റൈറ്റിലേക്ക് അങ്ങോട്ട് തള്ളാം. ഓക്കെ, 3 2 1 ഗോ. 2 പ്രാവശ്യം വെച്ച് നോക്കാം. 1 2 3 4 5 6 7 8. ഒന്നുകൂടെ. 3 2 1 ഗോ. 1 2 3 4 5 6 7 8. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് സ്റ്റെപ്പിൽ കേൾക്കാം. നെക്സ്റ്റ് സ്റ്റെപ്പ് വരുന്നത് 1 2 3 4. അതായത് ഫസ്റ്റ് നമ്മൾ നേരത്തെ കളിച്ച സ്റ്റെപ്പ് തന്നെയാണ്. ഫസ്റ്റ് നമ്മൾ ഒന്ന് സ്ലോവിൽ കളിക്കുക, രണ്ടാമത്തേൽ ഇച്ചിരി പവർഫുള്ളായിട്ട് കളിക്കുക. അത്ര ഡിഫറൻസ് ഉള്ളൂ. 1 2 3 4 5 6 7 8. റൈറ്റ് ഹാൻഡ് മടക്കി പിടിക്കുക. ഫസ്റ്റ് മുട്ടിൽ 2 പ്രാവശ്യം അടിക്കുക. 1 2. ദെൻ ഇവിടെ അടിക്കുക 3 4. ഒന്നുകൂടെ. 3 2 1 ഗോ. 1 2 3 4 5 6 7 8. 1 2 3 4 5 6 7 8. അപ്പം ഇത് കഴിഞ്ഞാൽ ലാസ്റ്റ് ഒരു സ്റ്റെപ്പ് കൈ നേരെ മേലെ പിടിക്കുക. ഓക്കെ, കൊണ്ടു പിടിക്കുക. ദെൻ പയ്യെ പ്ലാസ്റ്റ്. സോ അത്രയാണ് നമ്മുടെ ട്യൂട്ടോറിയൽ. നമുക്കിനി ആദ്യം തുടങ്ങി കളിച്ചു നോക്കാം.